നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുന്നതിൽ സുപ്രധാന പങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയ സ്വരാജ് മാധ്യമ പുരസ്കാരം 24 ചീഫ് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്തിന്. തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ മന്ത്രി എം.ബി. രാജേഷ് പുരസ്കാരം സമ്മാനിച്ചു. കേരളത്തിൽ ഭരണം നടത്തുന്നത് മദ്യമാഫിയ സർക്കാരെന്ന് കെ.പി.സി.സി മുൻ പ്രസിഡന്റ് വി.എം. സുധീരൻ. പ്രതികരണം ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ. മലപ്പുറത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 22 പേർക്ക് പരിക്ക്. അരിക്കോടിനടുത്ത് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പൊട്ടിച്ച പടക്കം കാണികൾക്കിടയിലേക്ക് വീണാണ് അപകടം. മരത്തംകോട് ബൈക്കിലെത്തിയ യുവാവ് 70-കാരിയുടെ സ്വർണമാല കവർന്നു. കൊട്ടാരപ്പാട്ട് സുമതിയുടെ 2 പവൻ തൂക്കം വരുന്ന മാലയാണ് മോഷ്ടിച്ചത്. വാർത്തകൾ വിശദമായി. നവകേരളം സൃഷ്ടി യാഥാർത്ഥ്യമാക്കുന്നതിൽ സുപ്രധാന പങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള തദ്ദേശ ദിനാഘോഷം സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരള സൃഷ്ടിയാണ് കേരളം ലക്ഷ്യമിടുന്നത്. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. നവംബർ 1 അതിദാരിദ്ര്യ കുടുംബമില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ കാര്യം ശ്രദ്ധയോടെ നിർവഹിക്കുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ നാടിന്റെ പ്രത്യേകത വെച്ചുകൊണ്ട് നാം നേരത്തെ തീരുമാനിച്ചൊരു കാര്യമാണ്. ഇപ്പൊ പലരും ചെയ്യുന്നത് തന്നെയാണ്. എവിടെയും പരിചരിക്കപ്പെടാതെ രോഗികൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിൽ ചിലർ ഒറ്റപ്പെട്ട് കഴിയുന്നു. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക മന്ദിരം പൂന്താനം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. എൻ.കെ. അക്ബർ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്തം നവകേരളം തുടർ കർമ്മ പരിപാടിയെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി.വി. അനുപമ IAS-ഉം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സുസ്ഥിര നേട്ടം ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു IAS-ഉം വിഷയാവതരണം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് IAS, ശുചിത്വ മിഷൻ കൺസൾട്ടന്റ് N. ജഗജീവൻ, ക്ലീൻ കേരള കമ്പനി MD G.K. സുരേഷ് കുമാർ, കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V.S. പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥ മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായാണ് തദ്ദേശ ദിനാഘോഷം ഗുരുവായൂരിൽ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 14 മുതൽ എക്സിബിഷൻ, വിവിധ കലാപരിപാടികൾ, സെമിനാറുകൾ, ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും സംസ്ഥാനതല കലാമത്സരം, വിളംബര ഘോഷയാത്ര, സംഗീത നിശ, അക്കാദമിക് സെഷൻ, വിജ്ഞാന കേരളം പരിപാടി എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടത്തിയിരുന്നു. സമാപന സമ്മേളനത്തിൽ ഷൊർണൂർ MLA മമ്മിക്കുട്ടി, മണലൂർ MLA മുരളി പെരുന്നെല്ലി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS, ഗുരുവായൂർ MLA N.K. അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പുരസ്കാരം, സ്വരാജ് മാധ്യമ അവാർഡ്, ജില്ലാതലത്തിലുള്ള മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് എന്നിവ വിതരണം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയ സ്വരാജ് മാധ്യമ പുരസ്കാരം 24 ചീഫ് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്തിന്. തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് മന്ത്രി എം.ബി. രാജേഷ് പുരസ്കാരം നൽകിയത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ഗുരുവായൂർ നഗരസഭയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തയാണ് പുരസ്കാരത്തിന് അർഹമായത്. നിലവിൽ 24 ന്യൂസ് വയനാട് റിപ്പോർട്ടറാണ് സുർജിത്. കുന്നംകുളത്ത് ദേശാഭിമാനിയുടെ റിപ്പോർട്ടറായി മാധ്യമപ്രവർത്തനം ആരംഭിച്ച സുർജിത് CCTVയുടെ ന്യൂസ് എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള വിഷൻ റിപ്പോർട്ടർ, ന്യൂസ് 18 ചാനലുകളിലും പ്രവർത്തിച്ച ശേഷമാണ് 24 ന്യൂസിൽ എത്തിയത്. ജനശ്രദ്ധയാകർഷിക്കുന്ന റിപ്പോർട്ടുകളിലൂടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനു മുമ്പും സുർജിത് സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരത്തിന് അർഹത നേടിയതിൽ വലിയ രീതിയിലുള്ള സന്തോഷമുണ്ട്. ഞാൻ തുടങ്ങിയത് കുന്നംകുളത്തു നിന്നാണ് എൻ്റെ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നത്.
അതിൽ CCTV-യിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടി തന്നെ അത് പങ്കുവയ്ക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അഭിമാനം എന്ന് പറയുന്നത് ഗുരുവായൂർ നഗരസഭയെ കുറിച്ചുള്ള, അതായത് നമ്മുടെ CCTV-യുടെ പ്രവർത്തന പരിധിയുള്ള ഗുരുവായൂർ നഗരസഭയെ കുറിച്ച് ഏതൊരു വാർത്തയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളതാണ്. ഗുരുവായൂർ നഗരസഭയ്ക്കൊപ്പം എനിക്കും ഇങ്ങനെ ആ ഒരു വാർത്ത ചെയ്തതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. എന്തായാലും ഈ പുരസ്കാരം ഗുരുവായൂർ നഗരസഭയ്ക്കും CCTV-ക്കും ഉൾപ്പെടെ ഞാൻ സമർപ്പിക്കുകയാണ്. വ്യക്തിപ്രഭാവം കൊണ്ടും സഹന സമര ജീവിതം കൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ അത്ഭുത മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. BJP-യുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭരണഘടന ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ സമ്മേളനങ്ങളുടെ ഭാഗമായുള്ള ചൂണ്ടൽ മണ്ഡലത്തിലെ ചിറനെല്ലൂർ വാർഡ് സമ്മേളനവും മഹാത്മാഗാന്ധി കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന, അനുസ്മരണം, റാലി, പൊതുയോഗം, മുതിർന്ന പ്രവർത്തകരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളോടെയാണ് വാർഡ് സമ്മേളനവും മഹാത്മാഗാന്ധി കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. ചിറയത്ത് സെലീന ലാസർ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് UV അശോകൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യാതിഥിയായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ പോൾ, കോൺഗ്രസ് നേതാക്കളായ P മാധവൻ, TO സെബി, VC ജോൺ, VC ഡേവിസ്, KJ ലിൻഡോ എന്നിവർ സംസാരിച്ചു. മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിച്ചണിനിരത്തി അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ, പാരതന്ത്ര്യത്തിനെതിരെ പോരാടിയ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഗാന്ധിജിക്ക് സമാനനായി മറ്റൊരാളും ഈ ലോകത്തില്ല. ഗാന്ധിജിക്ക് സമാനനായി ഗാന്ധിജി മാത്രമേയുള്ളൂ. മാർട്ടിൻ ലൂതർ കിങ്ങിനെ ഗാന്ധി എന്ന പേരിലാണ് അവൾ അറിയപ്പെടുന്നത്. നെൽസൺ മണ്ടേലയെ ആഫ്രിക്കൻ ഗാന്ധി എന്ന പേരിലാണ് അവൾ അറിയപ്പെടുന്നത്. ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ 2 വാക്ക് ഞാൻ മലയാളത്തിൽ അതിൻ്റെ ഉള്ളടക്കം പറയുകയാണ്. ഈ ഭൂമിയിൽ ഇതുപോലെ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും കാല തലമുറകൾ വിശ്വസിച്ചേക്കില്ല. കേരളത്തിൽ ഭരണം നടത്തുന്നത് മദ്യമാഫിയ സർക്കാരെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ സുധീരൻ CCTV-യോട് പ്രതികരിക്കുകയായിരുന്നു. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറച്ചുകൊണ്ടുവരുന്ന നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റേതെന്ന് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തിയത്. മദ്യം പോലെ തന്നെ മഹാവിപത്താണ് മയക്കുമരുന്ന്. അതിന്റെ വ്യാപനം തടയുമെന്നും ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ കേരളം മുഴുവൻ ഒരു മദ്യാലയമാക്കി മാറ്റിയ കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് കൂടും എന്നതായിരുന്നു ഇവരുടെ വാദം. മദ്യവർജനത്തിന് പരമപ്രാധാന്യം നൽകും, മുൻകാലത്തേക്കാൾ പ്രാധാന്യം നൽകും. അതുപോലെ തന്നെ മദ്യം പോലെ മഹാവിപത്താണ് മയക്കുമരുന്ന്. അതിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഇപ്രകാരം ജനങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലൂടെ ഉറപ്പ് നൽകിയ ഒരു ഭരണകൂടമാണ് അധികാരത്തിൽ വന്ന് കേരളം മുഴുവൻ മദ്യാലയമാക്കി മാറ്റിയത്. മദ്യാലയമാക്കി മാറ്റുന്നല്ല, മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് കൂടുമെന്നായിരുന്നു അവരുടെ വാദഗതി. ഇപ്പം മദ്യം വ്യാപകമായി, മയക്കുമരുന്ന് അതോടൊപ്പം തന്നെ വ്യാപകമാകുന്ന ഒരു സ്ഥിതിയിൽ വന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കേവലം 29 ബാറുകൾ മാത്രമുണ്ടായിരുന്നത് ഇന്ന് 1000-ലധികം കവിഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്തു സംഭവിച്ചു? മദ്യത്തോടൊപ്പം മയക്കുമരുന്നും കേരളത്തിൽ വ്യാപകമായി ലഭ്യമാകാൻ തുടങ്ങി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറുമ്പോൾ കേവലം 29 ബാറുകൾ ഉണ്ടായിരുന്നത് ഇന്ന് 1000-ലധികം കടന്നിരിക്കുന്നു. അക്രമ അന്തരീക്ഷമില്ലാത്ത ഒരു ദിവസം പോലും നിലവിൽ കേരളത്തിലില്ല. യഥാർത്ഥത്തിൽ ഒരു വലിയ സാമൂഹിക ദുരന്തത്തിലേക്കാണ് കേരളം നടന്നെടുക്കുന്നത്. ഈ അവസ്ഥ തിരിച്ചറിയാൻ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും സാധിച്ചില്ലെങ്കിൽ അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. വാർത്തകളിടയിൽ പോലും റാഗിങ് ഏറ്റവും ജനങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം അക്രമത്തിൻ്റെ അന്തരീക്ഷമില്ലാത്തൊരു ദിവസമുണ്ടോ? കേരളം യഥാർത്ഥത്തിൽ ഒരു വലിയ സാമൂഹിക ദുരന്തത്തിലേക്ക് പോയിരിക്കുന്നു. ഈ അവസ്ഥ തിരിച്ചറിയാൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ സാധിച്ചില്ലെങ്കിൽ അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ നാട്ടിലല്ല അവർ ജീവിക്കുന്നത്. അവർ മദ്യമാഫിയയുടെ തടവറയിൽപ്പെട്ട്
ജനങ്ങൾക്ക് വേണ്ടിയല്ല, മദ്യമാഫിയയ്ക്ക് വേണ്ടിയാണ് ഭരണം എന്നുള്ളത് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്ന നിലപാടിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ബ്രൂവറി ആരംഭിക്കാനുള്ള നീക്കം. ജനങ്ങൾക്ക് വേണ്ടിയല്ല, മദ്യമാഫിയയ്ക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നതിന്റെ പ്രതിഫലനമാണ് ബ്രൂവറി ആരംഭിക്കാനുള്ള നീക്കം. കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത മേഖലയിൽ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന തത്വം സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ജനങ്ങളുടെ സർക്കാരല്ല, മദ്യമാഫിയയുടെ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അവർ ഒരിക്കൽ കൂടി വായിച്ചു നോക്കണം എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. മദ്യമാണ് നൽകേണ്ടത് എന്നുള്ള തത്വം സ്വീകരിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാർ ജനങ്ങളുടെ സർക്കാരല്ല, ഈ സർക്കാർ മദ്യമാഫിയയെ പ്രതിനിധീകരിക്കുന്ന സർക്കാരാണ്. അവർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സ്വന്തം വാഗ്ദാനം, ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അവർ ഒരിക്കൽ കൂടി വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശശി തരൂർ വിവാദവുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിൽ നിന്നും സുധീരൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയം എടക്കര ആലാപാലത്തിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്ക്. എടക്കര സ്വദേശി പായേപ്പാട്ട് 42 വയസ്സുള്ള സുമേഷിനാണ് പരിക്കേറ്റത്. കുരങ്ങിയൂർ ഏരിയമ്മൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രാദേശിക പൂരങ്ങൾ വരുന്നതിനിടയിലാണ് യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായത്. താടിയെല്ലിന് പരിക്കേറ്റ സുമേഷിനെ വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 22 പേർക്ക് പരിക്ക്. മലപ്പുറം അരിക്കോടിനടുത്ത് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പൊട്ടിച്ച പടക്കം കാണികൾക്കിടയിലേക്ക് വീണാണ് 22ഓളം പേർക്ക് പരിക്കേറ്റത്. മത്സരത്തിന് തൊട്ടുമുൻപുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. മരത്തംകോട് AKG നഗറിൽ ബൈക്കിലെത്തിയ മോഷ്ടാവ് 70കാരിയുടെ സ്വർണ്ണമാല കവർന്നു. കോട്ടയം സ്വദേശി രമണന്റെ ഭാര്യ സുമതിയുടെ 2 പവൻ തൂക്കം വരുന്ന മാലയാണ് മോഷ്ടിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30ഓടെയായിരുന്നു സംഭവം. മകളുടെ വീട്ടിൽ വിരുന്നെത്തിയ സുമതി വീട്ടിൽ മുറ്റമടിക്കുകയായിരുന്നു. ഇതിനിടയിൽ ചുവന്ന ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ 45 വയസ്സ് തോന്നിക്കുന്ന യുവാവ് സുമതിയുടെ പുറകിൽ നിന്ന് കഴുത്തിൽ പിടിച്ച് മാല പൊട്ടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇയാൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഞാൻ ബെല്ലടിച്ചോണ്ടിരിക്കുക, ബെല്ലടിച്ചോണ്ട് പുറകൊന്നും ഇങ്ങനെ പറിച്ച് കാതാ നൊന്തത്, കഴുത്ത് നൊന്തില്ല. അന്നേരം എൻ്റെ കാത് നോന്ന് പറയുമ്പോൾ എടുത്തോണ്ട് പോയി. ഒരു 45 വയസ്സ് കാണും. ബൈക്കും വേണം. ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. വേറെ അപകടമൊന്നും സംഭവിച്ചില്ല? വേറെ കൈത്തിന് ഒന്നും അല്ലേ? ആദ്യശാലം തോന്നുന്നു, കമ്മലും പോയി. പെരുമ്പിലാവ് അക്കിക്കാവിൽ സ്വകാര്യ കോളേജ് ബസും ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം 9 പേർക്ക് പരിക്കേറ്റു. സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനികളായ ആരാധന, ഹേന, സൽമത്ത്, നിദ നസ്രിൻ, ഋതുനന്ദ, സഹല, നിഫിദ, കോളേജ് ജീവനക്കാരി സക്കിയ, സ്കൂട്ടർ യാത്രികൻ ഷാജി, ലോറിയിലെ ജീവനക്കാരൻ മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തുനിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ കോളേജിന്റെ ബസ് നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിലും ലോറിയിലും ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കോളേജ് ബസിനും ലോറിക്കും സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ മനഴിക്കുളം കുടിവെള്ള പദ്ധതി അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കണമെന്ന് കോൺഗ്രസ് 9ാം വാർഡ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. കിഴക്കാളൂരിൽ KS വാസുവിന്റെ വസതിയിൽ ചേർന്ന യോഗം മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ ഉദ്ഘാടനം ചെയ്തു. KS വാസു അധ്യക്ഷനായി. അപ്പു ആളൂർ, ജോൺസൺ അറങ്ങാശ്ശേരി, അഖിൽ അറങ്ങാശ്ശേരി, സിംസൺ കുത്തൂർ എന്നിവർ സംസാരിച്ചു. വേനൽ ചൂടുകൊണ്ട് കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുടെ ദാഹമകറ്റാൻ പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അനാസ്ഥ ഇനിയും തുടർന്നാൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് അരങ്ങേറിയ സ്വാഗത നൃത്തം ശ്രദ്ധേയമായി.
ഗുരുവായൂർ പൂന്താനം ഹാളിൽ ബുധനാഴ്ച രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു സ്വാഗത നൃത്തം വേദിയെ ഉണർത്തിയത്. തൃശൂർ ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെയും ഗുരുവായൂർ നഗരസഭയിലെയും ജീവനക്കാർ ചേർന്നാണ് നൃത്തം അവതരിപ്പിച്ചത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹനൻ രചിച്ച ഗാനത്തിന് ദിനേശ് തൃപ്രയാർ സംഗീതം പകർന്ന് മൂക്കുതല ഗ്രാമപഞ്ചായത്ത് അക്കൌണ്ടന്റ് രാമചന്ദ്രനാണ് സംഗീതാവിഷ്കാരം നടത്തി. 20ഓളം പേർ ചേർന്നാണ് വേദിയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും ദുരന്തങ്ങളിൽ കേരള ജനത ഒറ്റക്കെട്ടായി നിന്നതും ദൃശ്യാവിഷ്കാരത്തിൽ കയ്യടി നേടി. ഗുരുവായൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷ വേദിയിൽ താരമായി 3 ഗജവീരന്മാർ. ഒറിജിനലിനെ വെല്ലുന്ന യന്ത്ര ആനകളാണ് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർക്ക് കൗതുക കാഴ്ചയായത്. തദ്ദേശ ദിനാഘോഷ പരിപാടികളുടെ പ്രധാന വേദിയായ പൂന്താനം ഓഡിറ്റോറിയം പരിസരത്താണ് ഫൈബറിൽ തീർത്ത 3 കൊമ്പന്മാർ തലയെടുപ്പോടെ നിൽക്കുന്നത്. യഥാർത്ഥ ആനയുടെ അതേ വലുപ്പത്തിൽ തീർത്ത ഗജപ്രതിമകൾ നെറ്റിപ്പട്ടമണിഞ്ഞ് ചെവിയട്ടിയാണ് നിൽപ്പ്. അലങ്കാരത്തിനായി വെച്ച ആനപ്രതിമകൾ ഫോട്ടോ പോയിന്റായി മാറി. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പരിപാടികൾ വീക്ഷിക്കാനെത്തിയ പൊതുജനങ്ങളും ആനക്കൊമ്പ് പിടിച്ച് ഗമയിൽ ഫോട്ടോകൾ പകർത്തി. ആനപ്പുറത്തു കയറാൻ കോണിയും സജ്ജീകരിച്ചിരുന്നു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ആരംഭിച്ചു. നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങുന്ന കുതിരവേല മാർച്ച് 2, 3, 4, 5 തീയതികളിലാണ് ആഘോഷിക്കുക. ഫെബ്രുവരി 18 ആരംഭിച്ച പറയെടുപ്പ് 15 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. കുട്ടഞ്ചേരി, നെല്ലുവായി, എരുമപ്പെട്ടി, കരിയന്നൂർ, തോന്നല്ലൂർ, പാത്രമംഗലം, കിരാലൂർ, കാരൂർ, മുണ്ടത്തിക്കോട്, കുട്ടംകുളം, വേലൂർ, പുലിയന്നൂർ, ആദൂർ, എയ്യാൽ, ചെമ്മന്തിട്ട, തണ്ടിലം, കുറുവന്നൂർ, കുറുമാൽ, തലക്കോട്ടുകര, വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, പഴവൂർ, വെങ്ങിലശ്ശേരി തുടങ്ങിയ ദേശങ്ങളിലാണ് പറയെടുക്കുക. മാർച്ച് 4-ന് കുറൂർ മനപ്പറമ്പിലെ പറയ്ക്കു ശേഷം പറയെടുപ്പ് സമാപിക്കും. ഭരണിവേലയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും അരിപ്പറമേളവും നടക്കും. മാർച്ച് 3-ന് അശ്വതി വേല മുതൽ കുതിരകൾ ക്ഷേത്രത്തിലെത്തും. വേലൂർ തിരിക്കുതിര, കുട്ടിക്കുതിര, വേലൂർ വെങ്ങിലശ്ശേരി ദേശം അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, തെക്കേമഠം ദേവസ്വം ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രം അമ്പലവട്ടം ദേശക്കുതിര എന്നിവയാണ് അശ്വതി വേലയിൽ ക്ഷേത്രത്തിലെത്തുക. ഭരണിവേലയിൽ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രാമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, കരിയന്നൂർ ദേശങ്ങളിൽ നിന്നും വേലൂർ തെക്കുമുറി, വാഞ്ചു നഗർ, ഹഷ്മി നഗർ, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തിനഗർ തുടങ്ങിയ കുതിര സമുദായങ്ങളുടെയും കുതിരകൾ ഭരണിവേല കീഴടക്കും. കാർത്തികവേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങായ പള്ളിവേട്ടയ്ക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന കമ്മിറ്റി രൂപീകരണ യോഗം പള്ളിവേട്ട കമ്മിറ്റി ചെയർമാനും ദേവസ്വം ഭരണസമിതി അംഗവുമായ മനോജ് B. നായർ ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം മാനേജർ PK സുശീല, അനിൽ കല്ലാറ്റ്, OP ഉണ്ണികൃഷ്ണൻ, TP നന്ദകുമാർ, മോഹനചിത്ര എന്നിവർ സംസാരിച്ചു. രവികൃഷ്ണൻ, KM രവീന്ദ്രൻ, ബിജു, ഷൺമുഖൻ തുടങ്ങി 17-അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പള്ളിവേട്ട ചടങ്ങിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താനും തീരുമാനിച്ചു. ഉത്സവം 9-ാം ദിവസമായ മാർച്ച് 18-നാണ് പള്ളിവേട്ട. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശരീര സൗന്ദര്യ മത്സരത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് തുടർച്ചയായി 5-ാം തവണയും ചാമ്പ്യന്മാർ. 8 ഭാരവിഭാഗങ്ങളിൽ 5 സ്വർണവും 1 വെള്ളിയും 2 വെങ്കലവും നേടിയാണ് ശ്രീകൃഷ്ണ കോളേജ് അഭിമാന നേട്ടത്തിന് അർഹരായത്. ശ്രീകൃഷ്ണ കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മിസ്റ്റർ വേൾഡ്, മിസ്റ്റർ യൂണിവേഴ്സ് മുസാദിഖ് മൂസ മുഖ്യാതിഥിയായി. 60 കിലോ വിഭാഗത്തിൽ മുഹമ്മദ് സാബിഖ്, 80 കിലോ വിഭാഗത്തിൽ മുഹമ്മദ് സഹൽ, 85 കിലോയിൽ R. ശ്രീറാം, 90 കിലോയിൽ മുഹമ്മദ് മുർഷിദ്, 90-ന് മുകളിലുള്ള വിഭാഗത്തിൽ TK ഷാനിഫ് എന്നിവരാണ് ആതിഥേയർക്കായി സ്വർണ്ണ മെഡൽ നേടിയത്. 90 കിലോ വിഭാഗത്തിൽ മുഹമ്മദ് ഫാസിൽ വെള്ളി നേടിയപ്പോൾ 65 കിലോ വിഭാഗത്തിൽ ആശീർവാദ്, 70 കിലോ വിഭാഗത്തിൽ ഹരികൃഷ്ണൻ എന്നിവർ വെങ്കല മെഡലുകൾക്കും അർഹരായി.
ശ്രീകൃഷ്ണ കോളേജിന്റെ ആർ ശ്രീറാം യൂണിവേഴ്സിറ്റിയിലെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ വി.പി. സക്കീർ ഹുസൈൻ, അർജുന അവാർഡ് ജേതാവ് ടി.വി. പോളി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ ജി. ബിബിൻ, സെനറ്റ് മെമ്പർ കെ. ജയകുമാർ, ഡോക്ടർ ബ്രിനേഷ് എന്നിവർ സമ്മാനദാന ചടങ്ങിൽ അതിഥികളായി പങ്കെടുത്തു. സംസ്കൃത വിഭാഗം അധ്യാപിക ഡോക്ടർ ഇ.കെ. സുധ അധ്യക്ഷയായി. കായിക വിഭാഗം മേധാവി ഡോക്ടർ കെ.എസ്. ഹരിദയാൽ, ഡോക്ടർ ടി. നിശാന്ത് എന്നിവർ സംസാരിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ മാർച്ച് 7, 8, 9 തീയതികളിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്കുള്ള 8-അംഗ ടീമിലേക്ക് ശ്രീകൃഷ്ണയുടെ 6 താരങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. സിസിടിവിയും കുന്നംകുളം ദയ റോയൽ ആശുപത്രിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സിസിടിവി ജീവനക്കാർക്കായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ദയ റോയൽ ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പൾമനോളജി, ഡെന്റൽ എന്നീ വിഭാഗങ്ങളിലായിരുന്നു പരിശോധന. ഡോക്ടർ രാജേഷ്, ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഡോക്ടർ ഷെമീന, ഡോക്ടർ ഹരിപ്രിയ, ഹരിലാൽ, ഡോക്ടർ ഗ്രിഗറി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മരുത്തംകോട് പുതിയ മാത്തൂർ ശ്രീ കോഴിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി കൃഷ്ണൻ തിരുമേനി കാർമ്മികത്വം വഹിച്ചു. ചെർപ്പുളശ്ശേരി ശിവൻ ഭഗവതിയുടെ തിടമ്പേറ്റി. 7ഓളം ദേശകമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആന, തെയ്യം, കരിങ്കാളി, പ്രാചീന കലാരൂപങ്ങൾ എന്നിവ വിവിധ മേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി. ചോറ്റാനിക്കര നന്ദകുമാർ മാരാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. വൈകിട്ട് ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ആലിംഗലമ്മ അവതരിപ്പിച്ച വീരനാട്യവുമുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് മുരളി മാടശ്ശേരി, സെക്രട്ടറി സതീഷ് ചുള്ളിക്കാട്, ട്രഷറർ പെരുമ്പുള്ളി കൃഷ്ണൻ നമ്പൂതിരി, രക്ഷാധികാരി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 15ഓളം കമ്മിറ്റികളാണ് ആഘോഷത്തിന് നേതൃത്വം നൽകിയത്. CPIM മുൻ ജില്ലാ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായിരുന്ന PR രാജന്റെ 11ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ഭാഗമായി ലോക്കൽ അതിർത്തിയിലെ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണം നടത്തി. ചിറ്റാറ്റുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. CF രാജൻ, AC രമേശ്, കൃഷ്ണൻ തുപ്പത്ത്, PR ബിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമസുന്ദരി എന്ന പേരിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഗ്രാമപഞ്ചായത്തിലെ 100 കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത്. പന്നിത്തടത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മൈമുന ഷെബീർ, ടെസി ഫ്രാൻസിസ്, CV സുഭാഷ്, HMC കമ്മിറ്റി അംഗം ഫ്രാൻസിസ് കൊള്ളന്നൂർ, KR സിമി, രമ്യ ഷാജി എന്നിവർ സംസാരിച്ചു. ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന രൂപം എന്ന രീതിയിൽ തന്നെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് 36 ഹരിതകർമ്മ സേനാംഗങ്ങൾ അവർ 18 വാർഡുകളിലായി വിവിധ പ്ലാസ്റ്റിക്കുകൾ, ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യം എന്ന രീതിയിൽ തന്നെ വീടുകളിൽ നിന്നും ശേഖരിച്ച് അത് കേന്ദ്രങ്ങളിൽ എത്തിച്ച് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് പ്ലാസ്റ്റിക് വിമുക്തവും അതുപോലെ തന്നെ മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ്. അതിൻ്റെ ഭാഗം CCTV ലീഗൽ അഡ്വൈസറും CCTV വാർത്താ അവതാരകനുമായിരുന്ന കൂനമൂച്ചി സ്വദേശി അഡ്വക്കേറ്റ് സോജിൻ ജോബ് കേന്ദ്ര സർക്കാരിന്റെ നോട്ടറി പബ്ലിക്കായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൊതുപ്രവർത്തന രംഗത്തും ഇടവക പ്രവർത്തനങ്ങളിലും സജീവമായ അഡ്വക്കേറ്റ് സോജൻ മികച്ച വാഗ്മിയും എഴുത്തുകാരനുമാണ്. ടെലിവിഷൻ അഭിമുഖങ്ങളിൽ ആതിഥേയനായും ശ്രദ്ധേയനാണ്. കൂനമൂച്ചി നിലപ്പനയിൽ ജോബ് റിട്ടയേർഡ് അധ്യാപിക മേരിക്കുട്ടി എന്നിവരുടെ മകനാണ്. ദീർഘകാലം CPIM എളവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന PR അശോകന്റെ 12ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. എളവള്ളി പഞ്ചായത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ PC ജോസഫിനൊപ്പം നേതൃത്വപരമായ പങ്ക് വഹിക്കുകയും എളവള്ളിയുടെ കലാസാംസ്കാരിക രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച PR അശോകൻ നിരവധി നാടകങ്ങളുടെ രചയിതാവും നല്ല അഭിനേതാവുമായിരുന്നു. കൂടാതെ സഹകരണ ജീവനക്കാരെ സംഘടിപ്പിക്കുന്നതിലും അവരുടെ യൂണിയൻ സംഘടിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചു. അനുസ്മരണ യോഗം CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. KM പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, TK ചന്ദ്രൻ, PV അശോകൻ എന്നിവർ സംസാരിച്ചു.
പിണറായി സർക്കാർ അവതരിപ്പിച്ച ജനദ്രോഹ ബജറ്റിനും ഭൂനികുതി അമിതമായി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. വിശദാംശങ്ങളിലേക്ക്. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ഭാരവാഹികളായ MA അബ്ദുൾ റഷീദ്, ബിജു സി ജോബ്, NK അബ്ദുൾ മജീദ്, ശശിധരൻ കണ്ടമ്പള്ളി, സാംസൺ പുലിക്കോട്ടിൽ, ജനാർദ്ദനൻ നായർ, സുബ്രു ഐനൂർ, CG നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പോർക്കുളം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ തമ്പി മാസ്റ്റർ, KA ജ്യോതിഷ്, പ്രവീൺ അക്കിക്കാവ്, രേഖ ജയറാം, ശൈലജ, കവിത പ്രേംരാജ്, മോഹൻ റോയ്, TK റഷീദ് എന്നിവർ സംസാരിച്ചു. തൈക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൈക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് BV ജോയ് അധ്യക്ഷനായി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ AP ബാബു മാസ്റ്റർ, B മോഹൻകുമാർ, സത്യനാഥൻ കുന്നത്തുള്ളി, ജിഫ്രി മുഹമ്മദ്, PS രാജൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് MV ബിജു, AR അരുൺ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വേലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് യേശുദാസ് PP, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ജോസ് ഒലക്കെങ്കിൽ, സുഭാഷ് തിരുത്തിയിൽ, നിതീഷ് ചന്ദ്രൻ, CD സൈമൺ, വിജിനി ഗോപി, അനിൽ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളറക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനങ്ങാട്, PC ഗോപാലകൃഷ്ണൻ, OS വാസുദേവൻ, സലാം വലിയകത്ത്, PB പ്രസാദ്, PT സുരേന്ദ്രൻ, MP സിജോ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റണ്ട കോട്ടപ്പുറം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. നേതാക്കളായ PS സുനീഷ്, NK കബീർ, ഫ്രിജോ വടുക്കൂട്ട്, അജു നെല്ലുവായ്, MC ഐജു, ചന്ദ്രപ്രകാശ് ഇടമന, സഫീന അസീസ്, സുജാത തുളസി, റീന വർഗീസ്, സുന്ദരൻ ചിറ്റണ്ട, അനിത വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. വിനോദിനി പാലക്കൽ, ഷാജൻ കുണ്ടന്നൂർ, സതീഷ് ഇടമന, വിനോദിനി മങ്ങാട്, ഷാജു ചിറ്റണ്ട, രഘു കരിയന്നൂർ, PM യൂസഫ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ കൂട്ടധർണ DCC സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. KPCC മീഡിയ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് VR അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, പാവർട്ടി ബ്ലോക്ക് ഭാരവാഹികളായ PV നിവാസ്, ജെയ്സൺ ചാക്കോ, AM മൊയ്തീൻ, അപ്പു ആളൂർ, ജസ്റ്റിൻ കുനമുച്ചി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം എന്നിവർ സംസാരിച്ചു. കടവലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കടവലൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NK അലി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ആഷിഖ് കാദിരി, K വിശ്വംഭരൻ, KA ശിവരാമൻ, ഷാജി P കാസിമി, നിഷ അരഗേത്ത്, ബ്ലോക്ക് സെക്രട്ടറി KK റസാഖ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC എക്സിക്യൂട്ടീവ് മെമ്പർ ഉമ്മർ മുക്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കരീം കരിപ്പോട്ട്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, ഹുസൈൻ തെക്കാത്ത്, യൂസഫ് ഹാജി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബൈദ പാലക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാഷ് മുനീർ, മൊയ്നു അഞ്ചിങ്ങൽ, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ INTUC പ്രസിഡന്റ് ഷാജഹാൻ മുന്നേനി, ബിനീഷ് വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സഞ്ജിത്ത് എടക്കര സ്വാഗതവും ബൂത്ത് പ്രസിഡന്റ് കാസിം ഹാജി നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന ഗുരുവായൂർ അർബൻ ബാങ്കിലെ പണയസ്വർണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ അർബൻ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കിഴക്കേനടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബാങ്ക് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TG രഹന, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KS വിഷ്ണു എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ അർബൻ ബാങ്ക്
തൊഴിയൂർ AMLP സ്കൂളിന്റെ 115-ാം വാർഷികം ആഘോഷിച്ചു. ഗുരുവായൂർ മുനിസിപ്പൽ വാർഡ് കൌൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഷിഫീല അഷ്റഫ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക CJ സോഫി, മുൻ പ്രധാനാധ്യാപിക മേഴ്സി, PTA പ്രസിഡന്റ് NA യൂസുഫ്, ഷീജ ആന്റണി, ഷമീർ മാസ്റ്റർ, സ്കൂൾ ലീഡർ KJ അൻസില എന്നിവർ സംസാരിച്ചു. മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ സമ്മാനം നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആൽത്തറ രാമരാജ UP സ്കൂളിന്റെ നേതൃത്വത്തിൽ മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെ ക്വിസ് ആൻഡ് മ്യൂസിക് നടത്തി. സ്കൂൾ തല ക്വിസ് വിജയികളെയും വിവിധ ഗാനാലാപകരെയും സംഘടിപ്പിച്ച LP UP തലങ്ങളിൽ ക്വിസ് ആൻഡ് മ്യൂസിക് പരിപാടിയാണ് സ്കൂൾ തലത്തിൽ ചരിത്രത്തിലാദ്യമായി സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ TP ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ സജിദ് അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് ഷഹന, PTA വൈസ് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി K കബീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വീഡിയോ, ഓഡിയോ, പിക്ചർ, ഓറൽ എന്നീ 4 റൗണ്ടുകളിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. LP തലത്തിൽ ആദിഷ് ജയൻ മേനോൻ, ഫൈഹ ഫാത്തിമ ടീമും UP വിഭാഗം മുഹമ്മദ് ഇഷാൻ PM, അതുൽ കൃഷ്ണ KP ടീമും ഒന്നാമതെത്തി. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സംഘാടക സമിതി കൺവീനർ രാജീവ് മാസ്റ്റർ M, വിനോദിനിയമ്മ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി KM പ്രകാശൻ എന്നിവർ നിർവഹിച്ചു. ഒന്നാം സ്ഥാനം നേടിയ ടീമിനുള്ള ട്രോഫി സാഹിത്യകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ അബ്ദുൾ പുനീർകുളം സമ്മാനിച്ചു. ക്വിസ് മാസ്റ്ററായി KR അനീഷ് മാസ്റ്റർ, ബേബി ടീച്ചർ, സൗമ്യ ടീച്ചർ, രമ്യ ടീച്ചർ, സിജോ മാസ്റ്റർ പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ധീരയോദ്ധാവും മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും ഭരണാധികാരിയുമായിരുന്ന ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ ജന്മദിനം എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ ആഘോഷിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മറാഠ സ്വദേശികൾ ചേർന്നാണ് ആഘോഷം നടത്തിയത്. ദി മറാഠ ഗോൾഡ് ആൻഡ് സിൽവർ ഡിഫൈനറി അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ജില്ലയിൽ എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിലാണ് ഛത്രപതി ശിവജിയുടെ പ്രതിമയുള്ളത്. ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. അഡ്വക്കേറ്റ് VP മഹേശ്വരൻ, കടങ്ങോട് പഞ്ചായത്ത് മെമ്പർമാരായ MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ രാഹുൽ പാട്ടേൽ, സന്തോഷ് പവാർ, ദീപക് തോറ, ചന്ദ്രകാന്ത് ഷിൻഡെ, കൃഷ്ണദേവ് യാദവ്, യുവരാജ് മൊഴിക്, കുമാർ ഷെഡിയെ, സന്തോഷ് മൊറെ, സുദർശൻ നിഗം എന്നിവർ നേതൃത്വം നൽകി. ജയന്തി ആഘോഷിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങള്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ നിങ്ങളുടെ ആൾക്കാരും ഞങ്ങളും കൂടി വന്ന് സഹകരിച്ച് ഇതിനേക്കാളും ഭംഗിയായിട്ട് അടുത്ത കൊല്ലം നമുക്ക് ശിവജയന്തി ആഘോഷിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ 10 കൊല്ലം ആയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല, അത് വലിയൊരു ഞങ്ങൾക്ക് വിഷമമായി. 10 കൊല്ലമായിട്ട് ഇവിടെ ഒരു വിഗ്രഹം ഉണ്ടായിട്ട് ഞങ്ങൾ അറിയാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. ഇവിടെ ഈ വിഗ്രഹം സ്ഥാപിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം. കുന്നംകുളം മലങ്കര ആശുപത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് സ്കൂളിൽ 22-ാം ബാച്ചിന്റെ ലാമ്പ് ലൈറ്റിംഗും 18-ാം ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറിമണിയും നടത്തി. കുന്നംകുളം ACP CR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. ബദനി സ്കൂൾ മാനേജർ ബെഞ്ചമിൻ OIC മുഖ്യാതിഥിയായി. ഹോസ്പിറ്റൽ ട്രഷറർ മോൻസി P അബ്രഹാം, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മോഹൻ തോമസ്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യു, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അമൽ പോൾ, ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സാബു ജോർജ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു റാണി, വൈസ് പ്രിൻസിപ്പൽ അനീറ്റ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ദീപം തെളിയിച്ചു നൽകി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. ഞങ്ങളിൽ വിദ്യയായി ജ്ഞാനമായി
മാനേജ്മെന്റ് അസോസിയേഷൻ വടക്കേക്കാട് സോണിന്റെ നേതൃത്വത്തിൽ മുഷാറക 25 മാനേജ്മെന്റ് അധ്യാപക മീറ്റ് സംഘടിപ്പിച്ചു. പുനേർകുളം അൽഹംദുലില്ല മദ്രസയിൽ സംഘടിപ്പിച്ച സംഗമം അബൂബക്കർ ഹാജി കൌക്കാനപ്പേട്ടെ ഉദ്ഘാടനം ചെയ്തു. ഷംസുദ്ദീൻ മാസ്റ്റർ പുന്നയൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി MK അബ്ദുൽ ഗഫൂർ മൂന്നുപീടിക, സെക്രട്ടറി ഹംസ മൗലവി വാടാനപ്പിള്ളി എന്നിവർ വിഷയാവതരണം നടത്തി. അബൂബക്കർ ലത്തീഫി, അബ്ദുൽ കരീം നിസാമി, അഷ്റഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. വിപണി. കേരള ഗോൾഡ് ലോൺ കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ബൈജു റോഡിൽ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് സമീപമാണ് കേരള ഗോൾഡ് ലോൺ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കേരള ഗോൾഡ് ലോൺ ഫൗണ്ടറും സ്ഥാപനത്തിന്റെ സ്ഥാപകനുമായ TS സൈമൺ, ടോം C സൈമൺ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർമാരായ TS ബ്രൈനറ്റ്, മിന്നുപ്രിയ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ചൊവ്വന്നൂർ പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, 11ാം വാർഡ് കൌൺസിലർ സന്ദീപ് ചന്ദ്രൻ, സ്ഥാപന ഉടമകളുടെ മക്കളായ ബ്രയാൻ, താഹാൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള ഗോൾഡ് ലോൺ ഒരു പവന് 50,000 രൂപയും ഗ്രാമിന് 6,250 രൂപയുമാണ് സ്വർണ്ണപ്പണയം നൽകുന്നത്. കൂടാതെ മറ്റു ബാങ്കുകളിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും മാറ്റിവെക്കാനും സഹായിക്കുന്ന സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരള ഗോൾഡ് ലോണിന്റെ 4ാമത്തെ ബ്രാഞ്ചാണ് കുന്നംകുളത്ത് ആരംഭിച്ചിട്ടുള്ളത്. പന്നിത്തടം, വടക്കാഞ്ചേരി, ചെറുതുരുത്തി എന്നിവിടങ്ങളിലാണ് മറ്റു ബ്രാഞ്ചുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് 8086267268 7510767575. കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷന്റെ 611ാമത് പ്രോഗ്രാം വെള്ളിയാഴ്ച തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് എന്ന നാടകത്തിന്റെ അവതരണം നടക്കും. രാത്രി 7-ന് കുന്നംകുളം ടൗൺ ഹാളിലാണ് നാടകാവതരണം. പ്രദീപ് കുമാർ കാവുംതറയുടെ രചനയിൽ മനോജ് നാരായണനാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. മികച്ച അഭിപ്രായം നേടിയ നാടകം നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ 2011 തുടക്കം കുറിച്ച പറവകൾക്ക് സ്നേഹത്തണ്ണീർക്കുടം പദ്ധതിയുടെ ഈ വർഷത്തെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി. വിയൂർ സെൻട്രൽ ജയിലിലെ ഫ്രീഡം പാർക്കിൽ വെച്ച് സൂപ്രണ്ട് K അനിൽകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് N പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് കടവല്ലൂർ, ജയിൽ ഉദ്യോഗസ്ഥരായ അഖിൽ രാജ്, വിനീത്, തബീന, നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനവും നടത്തി. ജയിൽ കവാടത്തിനരികെയുള്ള ഫ്രീഡം പാർക്കിൽ കിളികൾക്ക് തണ്ണീർക്കുടം കൂടുതലായി സ്ഥാപിക്കാൻ സൂപ്രണ്ട് നിർദ്ദേശം നൽകി. ചരമം. LDF നേതാവ് പാത്രമംഗലം വടക്കൻ പൊറിഞ്ചുമകൻ തോമസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. ജനതാദൾ വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്. 2005-2010 കാലഘട്ടത്തിൽ വേലൂർ പഞ്ചായത്ത് മെമ്പർ, വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, പാടശേഖര സമിതി സെക്രട്ടറി, പാത്രമംഗലം സെന്റ് ജോസഫ് ദേവാലയം മതബോധന പ്രധാന അധ്യാപകൻ, സെക്രട്ടറി, കൈക്കാരൻ, വിൻസെന്റ് ഡീപോൾ സംഘടനാ പ്രസിഡന്റ്, താനം കലാസമിതി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. LIC ഇൻഷുറൻസ് ഏജന്റായിരുന്നു. കർഷകനും നാടകപ്രവർത്തനവും കൂടിയായിരുന്നു. നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കൊച്ചുമേരി ഭാര്യയും ലിയ, ലയോ, പരേതയായ ലിഷ എന്നിവർ മക്കളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് പാത്രമംഗലം സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും കോഴിക്കര AM LP സ്കൂൾ റിട്ടയേർഡ് അധ്യാപകനും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന പടിഞ്ഞാറെ പട്ടിശ്ശേരി പുത്തൻവീട്ടിൽ മൊയ്തുണ്ണി മാസ്റ്റർ നിര്യാതനായി. 77 വയസ്സായിരുന്നു. ഖബറടക്കം മണ്ണാരപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഷെരീഫ് ഭാര്യയും ഷനിത, സജിത എന്നിവർ മക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 835 രൂപ, പവന് 64,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുന്നതിൽ സുപ്രധാന പങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയ സ്വരാജ് മാധ്യമ പുരസ്കാരം 24 ചീഫ് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്തിന്. തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ മന്ത്രി എം ബി രാജേഷ് പുരസ്കാരം സമ്മാനിച്ചു. കേരളത്തിൽ ഭരണം നടത്തുന്നത് മദ്യമാഫിയ സർക്കാരെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. പ്രതികരണം ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ. മലപ്പുറത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 22 പേർക്ക് പരിക്ക്. അരിക്കോടിനടുത്ത് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പൊട്ടിച്ച പടക്കം കാണികൾക്കിടയിലേക്ക് വീണാണ് അപകടം. മരത്തംകോട് ബൈക്കിലെത്തിയ യുവാവ് 70-കാരിയുടെ സ്വർണമാല കവർന്നു. കൊട്ടാരപ്പാട്ട് സുമതിയുടെ 2 പവൻ തൂക്കം വരുന്ന മാലയാണ് മോഷ്ടിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.